ഇരു വൃക്കകളും തകരാറിലായി ജീവന് വേണ്ടി കഴിയുന്ന കോക്കു സ്വദേശിയായ സൗമ്യയ്ക്ക് ഇനി ജീവൻ നിലനിർത്താൻ വൃക്ക മാറ്റിവെച്ചേ തീരൂ. ഇതിനായി കരുണ പറ്റാത്ത സുമനസ്സുകളുടെ കനിവ് തേടി കാത്തിരിക്കുകയാണ് സൗമ്യയും 2 കുട്ടികളും സഹോദരിയും അമ്മയും അടങ്ങുന്ന കുടുംബം. എൻ്റെ പേര് ഷീബ എന്നാണ്. എൻ്റെ അനിയത്തി സൗമ്യക്കാണ് വൃക്കരോഗം. അവൾക്ക് അടുത്ത മാസം സർജറി പറഞ്ഞതാണ് ഡോക്ടർ. ഞങ്ങൾക്ക് ഫണ്ട് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. ഒരു 20 ലക്ഷം രൂപയാണ് അവർ പറയുന്നത്. 4 വർഷത്തോളമായി അവൾ ഈ വൃക്കരോഗമായിട്ട് ഇരിക്കുന്നത്. ഹസ്ബൻഡാണെങ്കിൽ ഇല്ല, അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. 2 കുഞ്ഞു മക്കളാണ്. മുന്നോട്ട് പോവുകയാണെങ്കിലും ഞങ്ങൾക്ക് വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കോക്കോ സ്വദേശി കുതിരാൻ തറയിൽ കാർത്തിയായനിയുടെ മകൾ 38 വയസ്സുള്ള സൗമ്യയാണ് കഴിഞ്ഞ 4 വർഷമായി വൃക്ക സംബന്ധമായ രോഗത്താൽ വലയുന്നത്. രോഗം ഗുരുതരമായതിനെ തുടർന്ന് സൗമ്യയുടെ ജീവൻ നിലനിർത്താൻ വൃക്ക മാറ്റിവെക്കാതെ പോംവഴികളില്ല എന്നാണ് സൗമ്യയെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ അറിയിച്ചത്. സൗമ്യ, ഞാൻ കോക്കൂരാണ് താമസിക്കുന്നത്. എനിക്ക് വൃക്കക്കാണ് കംപ്ലൈന്റ്. അപ്പൊ ചേച്ചി തരാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് സാമ്പത്തികമായിട്ട് അതിനുള്ളതൊന്നുമില്ല. എല്ലാവരും സഹായിക്കുന്നുണ്ട്. അതിന് കാശൊന്നും ആയിട്ടില്ല. 20 ലക്ഷമാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെല്ലാരും കൂടി സഹായിക്കണം. ഞങ്ങൾ തന്നെ 2 മക്കളാണ്, ചെറിയ മക്കളാണ്. അവര് 9ലും 10ലും പഠിക്കണം. നിങ്ങള് എല്ലാരും ഞങ്ങൾ സഹായിക്കണം. 20 ലക്ഷം രൂപ ചിലവ് വരുന്ന ശസ്ത്രക്രിയയ്ക്ക് നാട്ടുകാർ ചേർന്ന് ചികിത്സാ സമിതി രൂപീകരിച്ച് ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ്. അടുത്ത ആഴ്ചയിൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കുന്നതിന് അഡ്മിറ്റ് ചെയ്യണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. 9ലും 10ലും പഠിക്കുന്ന 2 കുട്ടികളുമായി ജീവന് വേണ്ടി കഴിയുന്ന സൗമ്യയുടെ ഭർത്താവ് മനോഹരൻ കഴിഞ്ഞ 5 വർഷം മുമ്പാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടത്. സൗമ്യയുടെ ഏക സഹോദരി ഷീബയാണ് വൃക്ക നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത്. വൃക്ക മാറ്റിവെച്ചാലും ഇരുവരുടെയും തുടർ ചികിത്സയ്ക്കും മറ്റുമായി ഭാരിച്ച ചെലവ് വരുന്നുണ്ട്. സ്വന്തമായി വീട് പോലും ഇല്ലാതെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന നിർധരരായ കുടുംബത്തിന് സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ. പ്രിയപ്പെട്ടവരെ, സൗമ്യയുടെ വിവരങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു. വളരെ പ്രയാസപ്പെട്ട് വളരെ ഞെരുക്കത്തോടുകൂടി താമസിക്കുന്ന ഒരു കുടുംബമാണ്. അവരുടെ 2 കിഡ്നിയും പൈലറിയായിട്ട് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ സേവന സാമൂഹ്യ രംഗത്തുള്ള എല്ലാ ആളുകളും ചേർന്ന് നിന്നിട്ട് കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത്ര ഫണ്ട് അവരുടെ താമസം പറഞ്ഞപ്പോൾ അവരിപ്പോൾ താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ്. കിഡ്നി കൊടുക്കുന്നത് അവരുടെ ജ്യേഷ്ഠത്തിയാണ്. 2 കൂട്ടരും താമസിക്കുന്നത് ഒരു വളരെ പ്രയാസപ്പെട്ട ഒരു വാടക ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ ഓപ്പറേഷൻ കഴിക്കേണ്ടതുണ്ട്. ഈ അടുത്ത മാസം ഫെബ്രുവരി 10-ാം തീയതി ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ്. കമ്മിറ്റി രൂപീകരിച്ചിട്ട് അതിന്റെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും വേണ്ടത്ര നമുക്ക് അതിനുള്ള ഫണ്ട് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെ സഹായിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണങ്ങളും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് ഞാൻ ജനകീയ കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളോട് എല്ലാവരുടെയും അഭ്യർത്ഥിക്കുകയാണ്.